ഇന്ദ്ര തമിഴിൽ നിന്ന് വന്ന പുതിയ ക്രൈം ത്രില്ലറാണ്. സത്യത്തിൽ ഇന്നലെ ഞാൻ ഈ പടം കാണാനാണ് ആദ്യം പോയത്. രാവിലെ തന്നെ കോട്ടയം അനശ്വര തിയേറ്ററിൽ എത്തിയിരുന്നു. ഒറ്റ ഷോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെന്നപ്പോൾ ഞാനും വേറെ ആളും മാത്രമേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഷോ നടന്നില്ല. പിന്നെ ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം ഓടിപ്പോയിട്ട് കോട്ടയം ആനന്ദിലെ തലവര സിനിമ കാണുകയായിരുന്നു. മിക്കവാറും ഇന്ന് രാവിലെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് തോന്നിയത് കൊണ്ട് ബുക്ക് മൈ ഷോ നോക്കിയപ്പോൾ രാത്രി 9:30 സി സിനിമാസിൽ ഒരു ഷോ കണ്ടു. പിന്നെ പെട്ടെന്ന് തോന്നിയ ഒരു പ്രാന്തിന് രാത്രിയിൽ ഒരു 10-28 കിലോമീറ്റർ ദൂരെ പോയിട്ട് ചെങ്ങന്നൂരിൽ ചെന്നിട്ട് ഈ പടം കണ്ടു. 3 സ്ക്രീനുള്ള തിയേറ്ററാണ്. ചിമ്മി ചിപ്പി ചിറി അങ്ങനെയാണ്. അതിൽ ചിറി എന്നൊരു ചെറിയ സ്ക്രീനിലാണ് ഞാൻ ഈ പടം കണ്ടത്. അങ്ങനെ കണ്ടിട്ട് പടം വെർത്തായോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ശബരീഷ് നന്ദ സംവിധാനം ചെയ്ത് വസന്ത് രവി നായകനായി വന്ന ഇന്ദ്ര എന്ന തമിഴ് ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പോലീസ് ഓഫീസറായ ഇന്ദ്രയുടെ കഥയാണിത്. പുള്ളിക്ക് ജോലിയിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയം അതേ ടൈമിൽ തന്നെ സിറ്റിയിൽ ഒരു സീരിയൽ കില്ലറും എത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇന്ദ്ര എന്ന സിനിമ പറയുന്നത്. ഇതെല്ലാം ട്രെയിലറിലുള്ളതാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് ആണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത്. സീരിയൽ കില്ലർ ആരാണെന്ന് ആദ്യം തന്നെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പടം മുമ്പോട്ട് പോകുന്നത്. പിന്നെ നായകന്റെ ട്രാക്കും കില്ലറിന്റെ ട്രാക്കും തമ്മിൽ യോജിക്കുന്ന ആ ഒരു ഭാവമൊക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്കിലുള്ള ഒരു സീൻ അത് കിടുവായിരുന്നു. പിന്നെ ഞാനിത് രാത്രി കണ്ടതുകൊണ്ട്, അതും പാതിരാത്രിയിൽ 2 വീലർ ഓടിച്ചുകൊണ്ട് പോയി തിരിച്ചു വന്നു. സോ അതുകൊണ്ട് എനിക്ക് പടം കുറച്ച് ഒരു ചെറിയ ടെൻഷൻ ഭയമൊക്കെ കൂടി ഒരു നല്ലൊരു ഫീൽ സമ്മാനിച്ചായിരുന്നു. സോ നിങ്ങൾ ഈ പടം കാണണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നൈറ്റിൽ പോയി കണ്ടാൽ കുറച്ച് പൊളിയായിരിക്കും. പക്ഷെ എന്ന് വെച്ചത് ഒരു ഗംഭീര പടമൊന്നുമല്ല. പടത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. നായകനായിട്ട് വന്ന വസന്ത് രവി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അലറി വിളിക്കുന്ന പോർഷൻസ്, സ്റ്റണ്ട് രംഗങ്ങളൊക്കെ നൈസായിരുന്നു. അതുപോലെ ഭാര്യയായിട്ട് വന്ന മെഹറിനും, പുള്ളിക്കാരി തമിഴത്തിയെല്ലാം നമുക്കറിയാം, പക്ഷെ ഡബ്ബിംഗ് ആണെങ്കിലും നീറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടെംപ്ലേറ്റ് സൈക്കോ ക്യാരക്ടറായിട്ട് സുനിൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ നമ്മുടെ കളയിലൊക്കെ അഭിനയിച്ച സുമേഷ് മൂറിന് നല്ലൊരു റോൾ പടത്തിലുണ്ട്. പക്ഷെ ടൈപ്പ് കാസ്റ്റ് ആകാതിരുന്നാൽ കൊള്ളാം. അനിക സുരേന്ദ്രൻ, കല്യാൺ, നിഴൽകൾ രവി തുടങ്ങിയവരും പടത്തിലുണ്ട്. പ്രഭു രാഘവന്റെ ക്യാമറ, പ്രവീൺ കെഎലിന്റെ എഡിറ്റിംഗ് ഒക്കെ ഒരു ഓക്കെ ഫീൽ ആണ് തന്നത്. കളർ ടോൺ കൊള്ളാമായിരുന്നു. പിന്നെ സ്റ്റണ്ട് കൊറിയോഗ്രഫി നൈസ് ആണ്. ക്ലൈമാക്സിൽ അടുത്തുള്ള ഒരു സ്റ്റണ്ട് അത് കൊള്ളായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവുകളിൽ ഒന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനുമാണ്. ത്രില്ലർ പടങ്ങളിൽ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ഭീതിയൊക്കെ നിറയ്ക്കാൻ വേണ്ടി പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതിരിക്കുന്നത്, അതായത് ആ ഒരു സൈലൻസിന് വലിയൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അത് തീരെ മനസ്സിലാക്കാത്ത ഒരാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരൊറ്റ സീൻ പോലും വിടാതെ ഈ പടത്തിൽ ഓവർഡൂ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് അത് ഭയങ്കര ഒച്ചയിലിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അജ്മൽ തഹസീനാണ് ഇതിന്റെ കമ്പോസർ. സൗണ്ട് ഡിസൈൻ ഒക്കെ ആരാണെന്ന് ഞാൻ നോക്കിയില്ല. വളരെ അമച്വർ ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ്, വളരെ അമച്വർ ആയിട്ടുള്ള ചില ഡയലോഗുകൾ പടത്തിലുണ്ട്. ഈ പറയാൻ പോകുന്ന അത്ര സ്പോയിലർ ഒന്നുമല്ല. ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു ഡയലോഗ് പറയാം. ഒരേ പാറ്റേണിലുള്ള കൊലകൾ നടന്നത് അതൊരു സീരിയൽ കില്ലറിന്റെ പണിയായിരിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ തിരിച്ച് ഞെട്ടി ചോദിക്കുകയാണ്, എന്ത് സീരിയൽ കില്ലിംഗോ എന്ന്. ഒരേ പാറ്റേണിൽ കൊലകൾ ചെയ്യുമ്പോൾ അത് സീരിയൽ കില്ലിംഗ് ആണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, ഇയാളൊക്കെ ആരാണ് പോലീസിൽ എടുത്തതെന്ന് തോന്നിപ്പോയി. സോ അങ്ങനെ ചില പൊട്ട ഡയലോഗുകളൊക്കെ ഇതിനകത്തുണ്ട്. സീരിയൽ കില്ലിംഗ് കൊണ്ട് തന്നെ ഗ്രിപ്പിംഗ് ആയിട്ട് പോകാമായിരുന്ന കഥ സർപ്രൈസിങ് സംഭവമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ശ്രമിച്ചപ്പോൾ തൊട്ട് പടം പാളിയതായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ യാതൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യാത്തതും പടത്തിന്റെ ഒരു നെഗറ്റീവ് ആണ്. നായകനും നായികയും തമ്മിലുള്ള റിലേഷനും അതല്ലെങ്കിൽ വില്ലന്റെ ബാക്ക് സ്റ്റോറി ഒന്നും വലിയൊരു ഇമ്പാക്ട് തരുന്നില്ല. ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ എഴുതിയിട്ടില്ല എന്നാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് ചത്താലും ജീവിച്ചാലും നമുക്ക് ഒരു ഫീലും തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ സെക്കൻഡ് ഹാഫിൽ നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആകമൊത്തം ടോട്ടലിൽ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരു ആവറേജ് അനുഭവമായി മാറുകയായിരുന്നു ഇന്ദ്ര. സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്ന ഒരു കഥയായിട്ട് തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ചില ത്രില്ലിംഗ് മൊമെന്റ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് രാത്രിയിൽ തിയേറ്ററിലൊക്കെ പോയി കാണാൻ പോയാൽ ഒരു ഇഫക്റ്റ് ഒക്കെ സമ്മാനിച്ചേക്കാം. പക്ഷേ ഈ ലൗഡ് ബീജിയം ഒക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. 2 മണിക്കൂർ 8 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. സ്ട്രിക്ട്ലി 18+ ആണ്. കുറച്ച് വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെയും കൊണ്ട് പോകരുത്. ഞാൻ പറയാൻ കാരണം, ഞാൻ പോയ തിയേറ്ററിൽ ഒരു ഫുൾ ഫാമിലി കുഞ്ഞു പിള്ളേരുമായിട്ടാണ് ഈ പടം കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. സത്യത്തില് കൂലിക്കൊന്നുമല്ല. കൂലിക്കകത്ത് എന്ത് വയലൻസ് ആയിരുന്നു, ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയ്ക്കൊക്കെയാണ് കുട്ടികളെ കയറ്റാൻ പാടില്ലാത്തത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.